ഇപ്പം സമയം ഉച്ചത്തെ ചോറും കഴിഞ്ഞ് വൈകുന്നേരമായി. അപ്പം ഞാൻ എവിടെ പോകുന്നുണ്ടെങ്കിലും ഞാനും വരുന്നുണ്ട് ഇഞ്ചോടി ഒപ്പരം എന്നെ കൂട്ടാണ്ട് പോകുന്നത് മറ്റു ഭയ തന്നെ ഇവളും ഉണ്ടാവും. എൻ്റെ കൂടെ ഒപ്പരം ഉമ്മയുണ്ടേ. ഉമ്മ പോകുമ്പോൾ എന്നോട് പറഞ്ഞ് ഇനി കൊടുവാൾ പിടിക്കണേ, എന്തിനാന്ന് എനിക്കില്ല. എന്തായാലും ഞാൻ പിടിച്ചേക്കേ. ശരിക്കും പറഞ്ഞാൽ എൻ്റെ കൂടെ ഉമ്മയല്ല ഉള്ളത്, ശരിക്കും പറഞ്ഞാൽ ഉമ്മാനോട് ഞാനാണുള്ളത്. അപ്പോൾ എവിടെയാണ് പോകുന്നതെന്ന് വെച്ചാൽ അമ്മായിനെ കാണാൻ പോകുന്നതാണ്. അമ്മായിക്ക് സുഖമില്ല, വീൽ ചെയർമേലാണ് ഉള്ളത്. അങ്ങനെ അമ്മായിൻ്റെ പുരേൻ്റെ അടുത്ത് എത്തിയപ്പോൾ അവിടെ നിന്ന് ഞാൻ നോക്കുമ്പോൾ ഉമ്മാനെ കാണുന്നില്ല. അപ്പം നോക്കുമ്പോൾ ദേണ്ട ഇവിടെ നിൽക്കുന്നു, കൂടെ നിന്ന് തിന്നെ കളിക്കുന്നു. അവിടെ എല്ലാം ആരെല്ലോ ഉണ്ട്, ഒച്ചയെല്ലാം കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അയറ്റാത്ത പായരൊന്നും ഇല്ലാത്ത ഞാനങ്ങനെ ആടാരുള്ളതെന്ന് ഞാൻ നോക്കാൻ പോയി. ഞാനാരെയും കണ്ടില്ല, പക്ഷെ ഉള്ളിൽ നിന്ന് ആരും സൗണ്ട് കേൾക്കുന്നുണ്ടേന്. പുറത്ത് നല്ല ചെരുപ്പുണ്ട്, അപ്പാരുണ്ട് എന്നൊക്കെ മനസ്സിലായി. എന്നിട്ട് ഞാൻ ഉമ്മാനോട് പറഞ്ഞു അവിടെ ആരുമില്ല, ഉമ്മ വേഗം പോടുക തന്നെ. അങ്ങനെ നമ്പാൻ പറ്റാത്ത എന്നെ നമ്പി ഉമ്മ ആകെ പെട്ട്. അങ്ങനെ അത്തേരൊക്കെ മഴ ഹൗസ്ഫുള്ളാണ്. എന്തോ ഭാഗ്യത്തിന് അങ്ങ് എടുത്തോണ്ടൊന്നും സാധനമൊന്നും ഉമ്മ അകത്തെടുക്കാത്തതുകൊണ്ട് ഉമ്മ രക്ഷപ്പെട്ട്. പിന്നെ മുന്നിലുള്ള മെഞ്ചന്മാരാരെ മോൻ കാണിക്കാനേ എനിക്ക് ലൈസൻസ് ഇല്ല, അപ്പം ആരും കാണിച്ചൂടാ. അങ്ങനെ വന്നാലൊക്കെ പോയി. പിന്നെ ഇതാ അമ്മായിൻ്റെ ഒട്ടിന് സുഖമില്ലാത്ത അമ്മായിൻ്റെ ഫോണ്. അങ്ങനെ ഉമ്മാനെ നോക്കിയപ്പോൾ പിന്നെ എവിടെയും കാണുന്നില്ല. വന്നോലെല്ലാം പോയൊരു ഉമ്മ ഇതയിലെ പോയി നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്ന് നോക്കുമ്പോൾ ബയ്യപ്പുറത്ത് ഗിൽസെല്ലാം തുറന്ന് മൂപ്പത്തി ആ കൂടയിൽ വെച്ച സാധനം എടുക്കാൻ പോകുന്നല്ലേ. ഞാൻ വിചാരിച്ച് പെട്ടെന്ന് ഈ ഉമ്മ ഇതേടെ മാഞ്ഞു പോയോളി. പിന്നെ ഉമ്മമ്മയ്ക്ക് ജ്യൂസെല്ലാം പറഞ്ഞു കൊടുത്ത്. എന്നാൽ അങ്ങനെയല്ലോ ഒന്ന് ചോദിക്കോ എനിക്ക് വേണോ, ഇതങ്ങനെ ഒരു ചോദ്യകാര്യം അതൊന്നുമില്ല. പിന്നെ ഒരു ഭയങ്കര ഈസല. എന്നാൽ പിന്നെ ഞാൻ ഇവരോട് കിസ്സ പറയട്ടെ. അപ്പം ടാറ്റാ.